ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്തുമുള്ള നാമത്തിൽ ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും ധന്യവും അനുഗ്രഹീതവുമായ ഈ ദിനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 2023 മൂന്നാം വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഡിസംബർ മാസം 31-ാം തീയതിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ജനുവരി 1-ാം തീയതി മുതൽ ഈ ദിനം വരെ നമ്മെ കാത്ത, കരുതിയ, സ്നേഹിച്ച വല്ലഭനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും ഒക്കെ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവമക്കൾക്ക് ഓർക്കുവാനായിട്ടുള്ളത് ദൈവം നടത്തിയ വിധങ്ങളാണ്, ദൈവം നടത്തിയ വഴികളാണ്, ദൈവം കൂടെ ഇരുന്ന് പ്രവർത്തിച്ച അനുഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര ദിനരാത്രങ്ങൾ കിട്ടിയാലും ദൈവത്തെ സ്തുതിച്ച് തീരുകയില്ല, മതിയാകുകയില്ല. അത്രയധികം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ തോളിൽ ചുമന്ന് തോളത്ത് തട്ടി ആ സ്നേഹച്ചൂട് നൽകി ദൈവം നമ്മെ കരുതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 31-ാം തീയതി, ഈ വർഷത്തിൻ്റെ അവസാന ദിവസം, ദൈവത്തെ സ്തുതിക്കുവാൻ നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഏറെ കടപ്പെട്ടിരിക്കുന്നു. ആ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, അപ്പാ, തിരിച്ചു നൽകുവാൻ നന്ദിയല്ലാതെ എൻ്റെ കരങ്ങളൊന്നുമില്ലപ്പ എന്നാണല്ലോ നാം പറഞ്ഞു വരുന്നത്, അല്ലേ? പക്ഷേ ഈ വർഷമെങ്കിലും നമുക്ക് പറയാം, യേശുവേ, ദൈവമേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്കായി ഞാൻ എന്നെ തന്നെ കാണിക്കയായി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ശക്തിയെ, എൻ്റെ വഴികളെ, എൻ്റെ തീരുമാനങ്ങളെ കാണിക്കയായി തിരുപാദപീഠത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഏറ്റെടുത്ത് വഴി നടത്തണമേ. നാളെ ഒരു പുതിയ വർഷം 2024 ജനുവരി 1 പ്രവേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവമേ, പുതിയ വർഷം ദൈവത്തോടൊപ്പം നടക്കുവാൻ, അങ്ങയുടെ കരം പിടിക്കുവാൻ, അങ്ങയുടെ പാദത്തെ ചുംബിക്കുവാൻ, അങ്ങയുടെ വചനത്തെ എൻ്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ നിറയ്ക്കുവാൻ, ഹൃദയപ്പലകയിൽ എഴുതുവാൻ, അങ്ങ് നടത്തുന്ന പ്രകാരം നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായി, കോട്ടയായി, ഞങ്ങളുടെ ആശ്രയമായി, ഞങ്ങളുടെ ജീവിതത്തെ വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പിതാവേ, ഇത്രത്തോളം ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലിനായി സ്തോത്രം. ഒരാണ്ട് കാലം നടത്തിയല്ലോ കർത്താവ്. ദൈവം 2023 ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ വർഷമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അർത്ഥവത്തായി തീരുവാൻ, ഒരു പുതിയ വർഷത്തെ ഞങ്ങൾ വരവേൽക്കുവാൻ പോകുമ്പോൾ ആ പുതിയ വർഷത്തിന് ഞങ്ങളുടെ കാലുകൾക്ക് ബലം നൽകുന്ന, മനസ്സിന് ധൈര്യം നൽകുന്ന പാറ പോലുള്ള ഒരു ദൈവ സാന്നിധ്യമായി തീരട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നീമതി യേശുവിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ, അനുഗ്രഹം, നന്മ എല്ലാ ജീവിതങ്ങളുടെ മേലും പകരപ്പെടുമാറാകട്ടെ. തിരുക്കൃപയെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ അനുഗ്രഹിക്കോട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, ഇന്ന് നാം പ്രവേശിച്ചിരിക്കുന്നത് 2023 ക്രിസ്താഗമനം കഴിഞ്ഞുള്ള 1-ാമത്തെ ഞായറാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യമാണ്, മുഷിഞ്ഞ വസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾ രേഖപ്പെടുത്തിയ ഉത്തരങ്ങളൊക്കെ ശരി തന്നെയാണ്. ഉത്തരം അകൃത്യം അഥവാ പാപം എന്നതാകുന്നു. ഇതിൽ പങ്കുചേർന്ന ഇൻവോൾവ് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ നീമതി യേശുവെ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടായിരിക്കും. ശ്രദ്ധയോടെ തിരുവചനം കേൾക്കുക, ഗ്രഹിക്കുക. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.
ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി കർത്താവിനെ സേവിക്കണമോ എന്ന ചോദ്യമാണ് ഇന്നത്തെ ധ്യാന വിഷയം. കർത്താവിനെ സേവിക്കണമോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, കർത്താവിനെ സേവിക്കേണ്ടത് ഉണ്ടോ? കർത്താവിനെ ആരാധിക്കേണ്ടതുണ്ടോ? കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ടതുണ്ടോ? കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾക്കുള്ളിൽ ഈ ചോദ്യം ഉരുവായിട്ടുണ്ടോ? ചിന്തിക്കുക. നാം ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് അവസരം ലഭിച്ചത് കൊണ്ടല്ല, നമുക്കൊരു ചാൻസ് കിട്ടിയത് കൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. മറിച്ച് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് അതൊരു നിയോഗമാണ്, ദൈവികമായ ഒരു നിയോഗമാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നാം വചനം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. അനന്തമായ സ്നേഹം, തീരുന്നില്ല. ദൈവത്തിൻ്റെ അനന്തമായ വിവേകവും ദൈവ അനുഗ്രഹവുമാണ് ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായിരിക്കുന്നത്. ഇവിടെ ഞാനൊന്ന് സൂചിപ്പിച്ചു, ദൈവത്തിൻ്റെ വിവേകം. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ വിവേകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗ്രഹിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വിവേകം ഞാൻ വിശദമാക്കാം. എപ്പോഴും നമ്മുടെ ശത്രുക്കൾ നമ്മെ തകർക്കുവാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? നമ്മെ ഇഷ്ടപ്പെടാത്തവർ നമ്മെ തകർക്കുവാനും നമ്മുടെ നാശം കാണുവാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. ഇവൻ ആഗ്രഹിക്കുക മാത്രമല്ല, എനിക്കറിയാം അനേകം പേരെ വ്യക്തമായി നമ്മുടെ നാശം കാണുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അതായത് അവരുടെ ശത്രുക്കളായ നമ്മുടെ നാശം കാണുവാൻ എന്നേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അവരുടെ കണ്ണിൽ നാം അവരുടെ ശത്രുക്കളാകാം. അത് വീട്ടിനുള്ളിലെ വ്യക്തിയാകാം, നമ്മുടെ കൂടെ ജനിച്ചവരാകാം, ഈവൻ നമ്മുടെ പാരൻസ് ആകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, അയൽവാസികളാകാം, നമ്മുടെ സഭാവിശ്വാസികളാകാം, നമ്മുടെ നേതൃത്വമാകാം. നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വ്യക്തി ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ഇത്രയും നാൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന വ്യക്തിയെ നശിപ്പിച്ച് തരണമേ, ഇന്ന വ്യക്തി തകർന്നു പോകട്ടെ, ഇന്ന കുടുംബം തകർന്നു പോകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എന്താണ് ചെയ്യുക? ദൈവത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ചിന്തയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വിവേകം. ദൈവത്തിൻ്റെ വിവേകമാണ് ഞാനും നിങ്ങളുമൊക്കെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവനല്ല ദൈവം, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പക്ഷേ ദൈവം ഏതൊരു കാര്യവും ഈ ലോകത്ത് ചെയ്യുന്നത് തൻ്റെ സ്വന്തം വിവേകത്തോടു കൂടെയാണ്. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവം എല്ലാം തൻ്റെ വിവേകത്തോടുകൂടെ ചെയ്യുന്നത് കൊണ്ട് നാം എല്ലാം സുഖത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നമുക്ക് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ദൈവത്തിൻ്റെ അനന്തമായ വിവേകം, ദൈവ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളറകളിൽ സ്ട്രോങ്ങായി ശക്തമായി നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇന്നത്തെ വചനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇന്ന് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്കാണ്. ഞാൻ വായിക്കാം. യോശുവ 24:15. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കരെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ
ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഇസ്രയേൽ ജനത്തോട് സംസാരിച്ച വാക്കുകളാണ് നാം ഇവിടെ ശ്രവിച്ചത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിട്ട് സംസാരിക്കപ്പെട്ട യോശുവയുടെ വാക്കുകൾ, യോശുവ സംസാരിക്കാനുണ്ടായ അന്നത്തെ ആ പശ്ചാത്തലം ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടവുമായി വളരെ വളരെ സാമ്യമുള്ളതായിട്ട് നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. ഈ സംഭവം വായിക്കുമ്പോൾ തന്നെ നമ്മെ ഒരു തീരുമാനമെടുക്കുവാൻ, ഒരു നിലപാടെടുക്കുവാൻ, ആരെ സേവിക്കും എന്നത് തിരഞ്ഞെടുക്കുവാൻ നമ്മെ വളരെ ശക്തിയായി പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വഴി നടത്തപ്പെടുകയാണ് യോശുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ കർത്താവിനെ സേവിക്കേണ്ടതുണ്ടോ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇറ്റ്? ഇത് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ തലമുറ, ന്യൂ ജൻ എന്ന വിളിപ്പേരുള്ള ആധുനിക കാലഘട്ടത്തിലെ തലമുറകൾ, അവർക്കുള്ളിലെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇറ്റ്? ഈ ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ, സേവിച്ചില്ല എങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ലേ? ഒന്നാമത്തെ അവരുടെ ചോദ്യം. ഈ ദൈവത്തെ സേവിച്ചത് കൊണ്ട് എന്താണ് ജീവിതത്തിൽ പ്രയോജനമായിട്ട് ഉള്ളത്? നമ്പർ 2. നമ്പർ 3, ഈ ദൈവത്തിൻ്റെ പേരിലുള്ള മതപ്രസ്ഥാനങ്ങളും സംഘടനകളും മനുഷ്യനെയും ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെയും കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ 3 ചിന്തകളാണ് ഈ ഇന്നത്തെ ന്യൂ ജെന്നെ ചിന്തിപ്പിക്കുന്നത്, അവരെ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അവർ അകന്ന് ജീവിക്കുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. കാരണം കർമ്മ മാർഗത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്നത്തെ ആധുനിക തലമുറ. കർമ്മം ചെയ്ത് ജീവിക്കുക. അവിടെ ദൈവമെന്നൊരു കൺസെപ്റ്റ് ഇല്ല. ദൈവം ആരും ആയിക്കൊള്ളട്ടെ, കർമ്മം, പ്രവൃത്തി ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വ്യഗ്രതയിൽ പോകുമ്പോൾ നല്ലതൊന്നും ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന, സ്തംഭിച്ച് നിൽക്കുന്ന ഇന്നത്തെ തലമുറയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? മറുഭാഗത്ത് ദീർഘകാലം ദൈവത്തെ ആരാധിച്ചു കൊണ്ട് വരുന്ന ജനത്തെ നാം പരിശോധിച്ചാലും ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒന്ന് ചിന്തിക്കുക. 2023 നിങ്ങൾ ദൈവത്തെ ആരാധിച്ചവരാകാം. പക്ഷെ എത്രത്തോളം നിങ്ങൾക്ക് നിലപാടുകളോട്, ക്രിസ്തുവിൻ്റെ നിലപാടുകളോട് യോജിക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും നിങ്ങൾക്ക് കഴിഞ്ഞു? ഒരു വലിയ ചോദ്യമാണ്. ഒരുപാട് ബഹുദൂരമൊന്നും നിങ്ങൾ പിന്നിൽ പോകേണ്ട. ലാസ്റ്റ് 1 ഇയർ നിങ്ങൾക്ക് ദൈവിക നിലപാടുകളോട് നിൽക്കുവാൻ കഴിഞ്ഞുവോ? അതോ നിങ്ങൾ എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്തില്ലേ? എവിടെയൊക്കെ ഫ്ലെക്സിബിൾ ആയില്ലേ? നിലനിൽപ്പ് നോക്കി എന്ത് വിചാരിക്കും, എന്ത് പറയും, എന്ത് കേൾക്കും, എന്തായി തീരും, ഈ ചിന്തകളൊക്കെ, ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ എവിടെയൊക്കെയോ അങ്ങ് ഫ്ലെക്സിബിളായി. ദൈവവും ദൈവത്തിൻ്റെ പേരും ലേബലെല്ലാം ഉണ്ട്. നെറ്റിയിൽ ക്രിസ്ത്യാനി അല്ലെ, ഇന്ന ബിലീവർ, ഇന്ന ചർച്ചിലെ മെമ്പർ. പക്ഷേ നിലപാടിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ദൈവിക ഭാവത്തിൽ, ദൈവിക സ്വഭാവത്തിൽ നിൽക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ അനുഭവങ്ങൾ. ചോദ്യം, ഈ ദൈവത്തെ സേവിക്കേണ്ടതുണ്ടോ? ഈ ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടോ? എന്താണ് ആധുനിക ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആധുനിക ക്രൈസ്തവന് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വർഷങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. നാളുകൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ക്രൈസ്തവൻ്റെ ജീവിതത്തിന് മാത്രം എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവത്തെ ധരിക്കുവാൻ കഴിയുന്നില്ല? വേദനയോട് ചോദിക്കുകയാണ്. ആരെങ്കിലും ക്രിസ്തുവിൻ്റെ ഭാവമെടുത്ത് നിലപാടെടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ ജീവിക്കുവാൻ അറിയില്ലാത്തവൾ, അവൾ എന്താണ്? അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഇതുവരെയും അവൾ ജീവിക്കുവാൻ പരിശീലിച്ചിട്ടില്ല. അവൻ ജീവിക്കുവാൻ അവനെ അറിയില്ല എന്ന ലേബലിലാക്കി തീർക്കുകയാണ്. അതല്ലേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും അങ്ങനെ ആയിരുന്നില്ലേ? ഒന്ന് ചിന്തിച്ചേ. 30 വർഷക്കാലം അറിയില്ല അല്ലേ? മാതാപിതാക്കളോടൊപ്പം അങ്ങനെയും ഇങ്ങനെയൊക്കെ ഒക്കെ സഞ്ചരിച്ചു. 3.5 വർഷക്കാലം, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയാണ് 33.5 വയസ്സിൽ യേശു മരണപ്പെടുവാനൊക്കെ ഇടയാക്കിയത്.
യേശുവിനെ കൊല്ലുവാനൊക്കെ പ്രേരിപ്പിച്ചത് 3.5 വർഷത്തെ നിലപാടുകളാണ്. വേറെ 3.5 വർഷക്കാലമുള്ള ദൈവിക സ്വഭാവവും ദൈവിക നിലപാടുമാണ് സ്വന്തം ആളുകൾ തന്നെ ക്രിസ്തുവിനെ എന്ത് ചെയ്ത് ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചത്, കൊന്നുകളഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടോ? ആ ആരാധിക്കുന്നെങ്കിൽ ആ ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? സ്തുതി സ്തോത്രങ്ങൾ മാത്രമാണോ? നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉച്ചരിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ, ചക്കരവാക്കുകൾ, സ്തുതി ബഹുവചനങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവം സന്തുഷ്ടനാകും എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ പഠനം, ഇന്നത്തെ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അകക്കണ്ണുകൾ തുറക്കട്ടെ. ഒന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ എൻ്റെ ചിന്ത യോശുവ പറഞ്ഞ ചിന്തയുമായി ബന്ധപ്പെട്ട് യോശുവ ചോദിച്ചു, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് ദേവന്മാരെയോ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒന്നാമത്തെ എൻ്റെ പോയിന്റ് ഇതാണ്, ചൂസിങ് ക്രൈസ്റ്റ് ഓവർ കൾച്ചർ എന്നുള്ളതാണ്. സംസ്കാരത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ ചൂസ് ചെയ്യുക. വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ കൾച്ചറിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ ചൂസ് ചെയ്യുക, ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക. വിശദമാക്കാം. നാം ജീവിക്കുന്ന ഈ ലോകം അനേക ശബ്ദങ്ങളുടെ കോലാഹലങ്ങളുടെ നടുവിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ശബ്ദ കോലാഹലങ്ങൾ, അനേക സ്വരങ്ങൾ, ശബ്ദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന നടുവിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അസംഖ്യമായ ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ച്, ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ്, ചലഞ്ചാണ്. ഓരോ ശബ്ദങ്ങളും നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ച് ചില ശബ്ദങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട്. ഓരോ ശബ്ദങ്ങളും ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്, ചില ദിവസങ്ങൾ കഴിഞ്ഞ്, ചില മാസങ്ങൾ കഴിഞ്ഞ് നമ്മിൽ നിന്നും പ്രതികരണം നൽകുവാൻ നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇന്ന് ഞാൻ ആ ശബ്ദത്തിന് കീഴ്പ്പെടാതെ രക്ഷപ്പെട്ടാലും ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, 1 മാസം കഴിഞ്ഞ് ഞാൻ ആ ശബ്ദത്തിന് പ്രതികരിക്കുവാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. നമ്മെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. ആ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിലാണ് നാം വസിച്ചു കൊണ്ടിരിക്കുന്നത്. ചോദ്യം, ഈ ശബ്ദങ്ങളുടെ ഉറവിടം എവിടെ നിന്നാകുന്നു? ഒന്ന്, വർത്തമാനകാല മാധ്യമങ്ങൾ. 2, നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് നമുക്ക് സമാനരായ ഒരു സംഘം ആളുകൾ, അവരുടെ ശബ്ദം. 3, സമൂഹത്തിൽ പ്രശസ്തി ആർജിച്ച വ്യക്തികളുടെ ശബ്ദങ്ങൾ. 3, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൻ്റെ ശബ്ദം. 4, നമ്മുടെ ആന്തരിക മനസ്സിൽ നിന്നുണ്ടാകുന്ന ചില ശബ്ദ കോലാഹലങ്ങൾ, സംശയങ്ങൾ, ധാരണകൾ, മുൻധാരണകൾ, ഭയപ്പാടുകളാകുന്ന ശബ്ദങ്ങൾ. ഇതൊക്കെയാണ് ഉറവിടങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഈ ശബ്ദങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണേ, സത്യവേദ പുസ്തകത്തിന് വളരെ വളരെ വിപരീതങ്ങളായ, ലോകവ്യാപകമായ, ലോകോത്തരങ്ങളായ വിഷയങ്ങളെ, കാര്യങ്ങളെ നമ്മുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ശബ്ദങ്ങളെല്ലാം തന്നെ ലോകവ്യാപകമായ, ലോകോത്തരമായ, ലോകമേന്മയുള്ള ലോകത്തിൻ്റെ വിഷയങ്ങളെ, കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ മക്കളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, പ്രസന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെ ഒറ്റ വാക്കിൽ നമുക്ക് വിളിക്കാം വേൾഡ് വ്യൂ എന്ന് നമുക്ക് വിളിക്കാം. അതായത് വിശ്വദർശനം. വിശ്വദർശനം, ഈ വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, ആഗോള വ്യാപകമായ ഒരു കാഴ്ചപ്പാടിനെ വിശ്വദർശനം, വേൾഡ് വ്യൂ എന്ന പേരിൽ നമുക്ക് നിർത്താം തുടർ ധ്യാനത്തിലേക്കായിട്ട്. ആധുനിക കാലഘട്ടത്തിൽ ഈ വിശ്വദർശനത്തെ
നമുക്ക് മുൻപിൽ, നമ്മുടെ മക്കൾക്ക് മുൻപിൽ ഒരു സ്ക്രീനിനെന്ന പോലെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് വ്യക്തമായിട്ട് അത് നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ട്. യെസ്, അതെ, വിശ്വദർശനം, ആഗോള കാഴ്ചപ്പാടും രീതികളും, പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ദ വേൾഡ് ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലം, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അല്ലേ, ഭൂതകാലം, വർത്തമാനകാലം, ഇനി ഭാവി കാലം, ഇതിനെ മുഴുവനായിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിനാണ് ലോകം ഇട്ടിരിക്കുന്ന പേരുണ്ട്. ഈ വിശ്വദർശനത്തിന് ലോകം ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, മറക്കരുതേ, കൾച്ചർ, സംസ്കാരം. എന്താണ് സംസ്കാരം? ഈ ഒരു വിശ്വദർശനമാണ് സംസ്കാരം എന്ന പേരിൽ സമൂഹം ഇന്നിട്ടിരിക്കുന്നത്. നാം ഇന്ന് ഇതിനെക്കുറിച്ച് കലാലയങ്ങളിലും അതുപോലെ തന്നെ പഠന കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് നാം സ്റ്റഡി ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായ നിലകളിൽ, വ്യത്യസ്തമായ രീതികളിൽ വളരെ ആഴത്തിലിറങ്ങിച്ചെന്ന് നാം പഠനം ചെയ്യുന്നുണ്ട് കൾച്ചറിനെ കുറിച്ച്. വാട്ട് ഈസ് യുവർ കൾച്ചർ? വാട്ട് ഈസ് ദ കൾച്ചർ ഓഫ് അവർ സൊസൈറ്റി? വാട്ട് ഈസ് ദ കൾച്ചർ ഓഫ് അവർ റിലീജിയൻ? നമ്മുടെ മതത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ, എൻ്റെ വീടിൻ്റെ കൾച്ചർ, സംസ്കാരം എന്താകുന്നു? എൻ്റെ മക്കളുടെ സംസ്കാരം എന്താകുന്നു? എൻ്റെ ലൈഫ് പാർട്ട്ണറുടെ സംസ്കാരം എന്താകുന്നു? ഓരോരുത്തർക്കും വ്യത്യസ്തമായ വെറൈറ്റി ഓഫ് കൾച്ചർ. പ്രിയമുള്ളവരെ, ഈ കൾച്ചറാണ് നമ്മെ വശീകരിച്ച് വീഴ്ത്തുന്നത്. ശ്രദ്ധിക്കണേ, നമ്മെ ആകർഷിപ്പിക്കുന്നത്, ഹൃദയത്തെ പ്രലോഭിപ്പിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ കൾച്ചർ നിർദോഷകരമായി തോന്നും, നിരുപദ്രവകാരിയായിട്ട് നമുക്ക് തോന്നും. അതായത് സീമിംഗ്ലി ഹാംലെസ് ആയിട്ട് നമുക്ക് തോന്നും. കാഴ്ചയ്ക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. ഇന്നത്തെ കൾച്ചർ, ഒരു സംസ്കാരത്തെ ഫോളോ ചെയ്യുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല, അല്ലേ? ഇപ്പോൾ ഇച്ചിരി മദ്യം സേവിക്കുന്നത്, 2 മൂവി, സിനിമ കാണുന്നത്, കൂട്ടുകാരോടൊപ്പം രാത്രി 12, 1 മണി, 2 മണി വരെയൊക്കെ പാർക്കിലൊക്കെ പോയി ഇരിക്കുന്നത്, അൺടൈമൊക്കെ സമയം അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ചിലവഴിക്കുന്നത്, പിന്നെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തീരുമാനമെടുക്കുന്നത്, ഇതൊക്കെ കൾച്ചർ. വി യൂസ്ഡ് ടു കോൾ എസ് എ കൾച്ചർ. നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമല്ലേ? ഇതുപോലത്തെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. ഒരുപാട് സമ്പ്രദായങ്ങൾ, മാനുഷിക അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ ഒരുപാടുണ്ട് ഈ കൾച്ചറിനകത്തെന്നുള്ളത്. ഇതാണ് വിശ്വദർശനം എന്ന സംസ്കാരം. വിശ്വദർശനം എന്ന സംസ്കാരം നമ്മെ ദൈവത്തിൻ്റെ സത്യവചനത്തിൽ നിന്നും അകറ്റുന്നത് ഈ സംസ്കാരമാണ്. ഭൗതിക സുഖഭോഗങ്ങളിൽ അനുരഞ്ജനം ചെയ്യിപ്പിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ വിശ്വദർശനത സംസ്കാരം. അതായത് സാരമില്ല, കുഴപ്പമില്ല, ഇന്ന കാര്യം അത് പോയിട്ട് വരട്ടെ, അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്കുള്ള സമയമൊക്കെ മറ്റ് പലതിനുമൊക്കെ ചിലവഴിക്കുന്നത്, അല്ലേ? നമ്മുടെ ലൈഫിൽ തരുന്ന ചില സിസ്റ്റമാറ്റിക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു വേൾഡിലേക്ക്, ആംഗിളിൽ പോയി ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരുന്ന ഒരനുഭവങ്ങൾ. അതുപോലെ തന്നെ ഈ വിശ്വദർശനമാണ്, ഈ കൾച്ചറാണ് നമ്മെ ആത്മീയ മിതത്വം പാലിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ആത്മീയ മിതത്വം എന്ന് ഞാൻ പറയാൻ കാരണം, വലിയ ആത്മീയരാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ആത്മീയം ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആത്മീയത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആ അവസ്ഥ ഒരു മിതത്വം പാലിക്കുന്നതിന്. പള്ളിയിൽ പോകും, വാസ്തവത്തിൽ പള്ളിയിൽ പോകണമെന്ന് അല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ പോകുന്നു, വരുന്നു, ദാറ്റ്സ് മൈ കൾച്ചർ. ആ കൾച്ചറിൽ ഞാൻ ഒതുങ്ങുകയാണ്, അല്ലേ? ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ പള്ളിയിൽ പോവുക, അതൊരു കൾച്ചറായി കഴിഞ്ഞു, അതൊരു സംസ്കാരമായി കഴിഞ്ഞു, ഒരു വിശ്വദർശനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ക്രിസ്ത്യാനി ആയതുകൊണ്ട് വീട്ടിൽ പള്ളി വേണം, വീട്ടിൽ ബൈബിൾ വേണം. ക്രിസ്മസ് ആയതുകൊണ്ട് വീട്ടിലൊരു നക്ഷത്രം വേണം, സംസ്കാരമാണ്. വീട്ടിലൊരു പുൽക്കൂട് ഉണ്ടാക്കണം, വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് കരോൾ വരുമ്പോൾ അവർക്ക് കാപ്പിയൊക്കെ കൊടുക്കണം, അല്ലേ? ഇങ്ങനെ കുറേ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, വിശ്വദർശനമാണ്.
എന്നാൽ ഇതിലെവിടെയെങ്കിലും സ്പിരിച്വാലിറ്റി അതൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണോ? ആണെന്ന് നാം തെളിയിച്ച് കാണിച്ചു കൊടുക്കും. അതായത് അതിലുമില്ല ഇതിലുമില്ല. ആത്മീയരാണോ? ആണ്. വാസ്തവത്തിലാണോ? അല്ല. സംസ്കാരം എന്നത് വാസ്തവത്തിൽ സംസ്കാരം, കൾച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കൂട്ടം ആളുകൾ അന്യോന്യം പങ്കുവയ്ക്കപ്പെട്ട അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ. ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത്. പങ്കുവയ്ക്കപ്പെട്ട വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും, ശീലങ്ങൾ, മൂല്യങ്ങൾ, ഇതൊക്കെയാണ് സംസ്കാരങ്ങളായിട്ട് ഇന്ന് ആ വലിയൊരു ശബ്ദ കോലാഹലമാകുന്ന സംസ്കാരത്തിൻ്റെ നടുവിൽ നമ്മെ നിർത്തിയിരിക്കുന്നത്, നമ്മുടെ തലമുറയെ നിർത്തിയിരിക്കുന്നത്, പൂർവ്വപിതാക്കന്മാരെ നിർത്തിയത്. ഈ സംസ്കാരത്തിനാലാണ് നമ്മിൽ ചിന്തകൾ രൂപപ്പെടുന്നത്. നമ്മളിലും നമ്മുടെ മക്കളിലും തലമുറകളിലൊക്കെ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് ഈ സംസ്കാരമാണ്. നമ്മുടെ പ്രവൃത്തികളെ വഴി കാണിക്കുന്ന ഈ സംസ്കാരമാണ്. അങ്ങനെയെങ്കിൽ സംസ്കാരം എന്നത് നല്ലതിലേക്ക് നയിക്കുന്ന ഒരു ശക്തി എന്ന് ഒരു ആംഗിളിൽ നമുക്ക് പറയുവാൻ സാധിക്കുമ്പോൾ, മറുഭാഗത്ത് തിന്മയിലേക്കും ദുഷ്ടതയിലേക്കും നയിക്കുന്ന ഒരു വലിയ ശക്തി എന്നും പറയുവാൻ കഴിയും സംസ്കാരം. ഞാൻ പറയട്ടെ, സംസ്കാരം എന്നത് ഒരു നദിയാകുന്നു. സംസ്കാരം എന്നത് കൾച്ചർ ഈസ് എ റിവർ, ഫ്ലോയിങ് റിവർ, ഒഴുകുന്ന ഒരു നദിയാകുന്നു. നാം നദിയിലിറങ്ങി നിന്നാൽ ഈ നദിയിലെ ഒഴുക്ക് നമ്മെ ഇങ്ങനെ കൊണ്ടുപോകും, മുന്നോട്ട് കൊണ്ടുപോകും. ഒഴുക്കിനൊപ്പം മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ലോകത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു നദിയാണ്. അതിൽ നാം ഇറങ്ങി നിന്നാൽ നമ്മെ ആ ഒഴുക്കിനൊപ്പം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും. ഒഴുക്കിനൊപ്പം മുന്നോട്ട് പോകുവാൻ വളരെ എളുപ്പമാണ്. അതായത് ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ചുറ്റിലുമുള്ള ശീലങ്ങളെ, രീതികളെ അതുപോലെ പകർത്തിയെടുത്ത് മുന്നോട്ട് പോകുക, അല്ലേ? അപ്പുറത്തുള്ളവർ ഇന്ന സ്കൂളിൽ പഠിക്കുന്നു, ഓക്കെ, ഞാനും പഠിക്കുന്നു. അപ്പുറത്തുള്ളവർ ഇന്നടത്ത് ഇന്ന കോഴ്സിന് ചേർന്നു, ഞാനും ചേരുന്നു. അപ്പുറത്തുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു, ഞാനും ചെയ്യുന്നു. അവർ ഇങ്ങനെയുള്ള വീട് വെച്ചു, ഞാനും ഇങ്ങനെ വയ്ക്കുന്നു. അവർ ഇങ്ങനെയുള്ള പെയിൻ്റ് അടിച്ചു, ഞാനും ചെയ്യുന്നു. അതായത് ശീലങ്ങൾ പകർത്തിയെടുത്ത് ഈ ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്തുന്ന അല്ലെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഇനി ബൈബിൾ ഈ സ്വഭാവത്തെ, ഈ പാറ്റേൺ അഥവാ രീതിയെ ശക്തമായി നിഷേധിക്കുന്നുണ്ട്. ഈ പാറ്റേൺ, ഈ ഒഴുക്കിനൊപ്പം സംസ്കാരമാകുന്ന നദിയിലിറങ്ങി നിന്ന് അതിനോടൊപ്പം സഞ്ചരിക്കുന്നതിനെ ബൈബിൾ വാൺ ചെയ്യുന്നുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ ലോകത്തിന് അനുരൂപരാകാതെ, വേൾഡ് വ്യൂ, വിശ്വ ദർശനമാകുന്ന സംസ്കാരത്തിന് അനുരൂപരാകാതെ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വേൾഡ് വ്യൂ അതായത് വിശ്വ ദർശനമാകുന്ന കൾച്ചർ, സംസ്കാരത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇതിനർത്ഥം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് പറയുന്നത്. ഇന്നലെ നിന്റെ അപ്പനമ്മമാർ വന്ന്, നിന്റെ കൊളീഗ്സ് വന്ന്, നിന്റെ സഹോദരങ്ങൾ വന്ന ആ സിസ്റ്റം അല്ല, അതിൽ മനസ്സ് നീ പുതുക്കണം, നീ രൂപാന്തരപ്പെടണമെന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. വേൾഡ് വ്യൂ ആകുന്ന വിശ്വദർശനത്തിന്റെ സംസ്കാരത്തിലല്ല, അതിൽ നിന്ന് നിന്റെ മനസ്സ് നീ പുതുക്കി നീ രൂപാന്തരപ്പെടണം. സംസ്കാരത്തിന്റെ നടുവിൽ നീ നിൽക്കുമ്പോൾ നീ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിനെയും ക്രിസ്തു നൽകിയ മൂല്യങ്ങളെ നീ പിന്തുടരണം എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ക്രിസ്തു നൽകിയ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെയും തിരഞ്ഞെടുക്കുക, ചൂസ് ചെയ്യുക. ഞാൻ നോക്കി, എന്തുവാ അസംഖ്യമായ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഒരു വിശ്വദർശനം, ഒരു സംസ്കാരത്തിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടുന്നത്? ഞാൻ ക്രിസ്തുവിനെ ചൂസ് ചെയ്യുന്നു, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് ഫോളോ ചെയ്യുവാൻ ഞാനൊരു മാർഗത്തെ തിരഞ്ഞെടുക്കുന്നു, ഞാനൊരു വഴിയെ തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട് ഒരുങ്ങുന്ന എൻ്റെ തീരുമാനം. ഇതിന് വേണ്ടത് സാക്രിഫിഷ്യൽ മൈൻഡാണ്, ത്യാഗ മനോഭാവം. സ്വയം ത്യജിച്ച്
ഈ സുഖഭോഗങ്ങളെയും ആനന്ദകരമായ കാഴ്ചകളും ലോകം കാലം കുറേയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മെത്തേഡ്സിന് രീതികളൊക്കെ തന്നെ വിട്ട് അതൊക്കെ സ്വയം ത്യജിച്ച് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പിന്തുടരണം. അതിൽ ക്രിസ്തുവിൽ നാം വളരണമെന്നതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മരുമക്കളാകാം, മക്കളാകാം, നിങ്ങളുടെ കൊച്ചുമക്കളും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ, കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒഴുകി സോക്കോൾഡ് ഇന്ന് കാണുന്ന ഇൻ്റർനെറ്റിലൂടെ കാണുന്ന കൈ വിരൽ തുമ്പിൽ കാണുന്ന ലോകത്തെ ഫോളോ ചെയ്ത് ആ സംസ്കാരത്തിലേക്ക് വഴുതി വീഴുന്ന നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ചിന്തിച്ചു നോക്കിയേ, എവിടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ഭാവം എവിടെ? ഇവിടെയാണ് യോശുവ വേറിട്ട ഒരു തീരുമാനമെടുക്കുന്നത്. ദൈവജനത്തിൻ്റെ നടുവിൽ, ദൈവജനമെന്ന് അഭിമാനിക്കുന്ന കുറേ ലക്ഷോപകണക്കിൽ ലക്ഷം വരുന്ന ജനത്തിൻ്റെ നടുവിൽ ഒരേ ഒരു മനുഷ്യനെടുക്കുന്ന തീരുമാനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരേ ഒരു മനുഷ്യൻ, യോശുവ. അതെ, മോശയ്ക്ക് ശേഷം യോശുവ, ഒരു നായകൻ, ജനനായകൻ, ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചാക്കിയ ജനനായകനായ യോശുവ ഒരു ശരിയായ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ്, ഒരു ശരിയായ നിലപാട് എടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് മുൻപിലും ചുറ്റിലുമൊക്കെ പിൻപറ്റുവാൻ ഒരു വലിയ സംസ്കാരം നിപ്പുണ്ട്, ഒരു വലിയ ശീലമുണ്ട്, ശീലങ്ങൾ നിപ്പുണ്ട്, രീതികളുണ്ട്. പക്ഷേ ഇവകൾ നമുക്ക് നിത്യമായ നിലയിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. നമുക്ക് അവസാനം വരെ പോയി എറിയിച്ചുവാൻ കഴിയുകയില്ല. ആയതിനാൽ യോശുവയെ പോലെ സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു നിലപാടുണ്ടാകണം, നിങ്ങൾക്കൊരു തീരുമാനമുണ്ടാകണം. ഞാൻ ആരെ സേവിക്കും? ഇസ് ഇറ്റ് മൈ കൾച്ചർ? ഞാൻ എൻ്റെ സംസ്കാരത്തെയാണോ ഞാൻ സേവിക്കേണ്ടത്? ഐ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് ഷാൽ സെർവ് ദ ലോർഡ്. ഞാൻ ആരെയാ സെർവ് ചെയ്യേണ്ടത്? ഞാനും എൻ്റെ കുടുംബവും സെർവ് ചെയ്യേണ്ടത് ആരെയാ? സംസ്കാരത്തെയാണോ? വിശ്വദർശനത്തെയാണോ? ട്രഡീഷൻസ്, പാരമ്പര്യത്തെയാണോ? അല്ലെ കുറേ പാറ്റേൺസിനെയാണോ? നോ. ഐ ആൻഡ് ഹൗസ് ഹോൾഡ് ഷാൽ സെർവ് മൈ ലോർഡ്. ഞങ്ങളുടെ ദൈവത്തെ, അല്ലെ കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളുടെ കർത്താവിനെ സേവിക്കും. അവനെടുക്കുന്ന തിരഞ്ഞെടുപ്പ്, അവൻ്റെ നിലപാട് എത്ര ശ്രേഷ്ഠം പ്രിയമുള്ളവരെ. 2023 അവസാനിക്കുന്ന ഈ ദിവസത്ത് ദൈവം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന എന്താണ്? നിങ്ങൾ പറയും, ഓ ഐ ആം എ ക്രിസ്ത്യൻ, ഞാൻ പള്ളിയിൽ പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ ചൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നദിയിലൊപ്പം ഒഴുകിക്കൊണ്ട് പോയാലും നിങ്ങൾ നെയിം ഈസ് ചൈൽഡ് ഓഫ് ഗോഡ് എന്നൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, അല്ലെ സ്നാനപ്പെട്ടു, സ്ഥിരീകരിക്കപ്പെട്ടു, ഒക്കെയുണ്ട്. പക്ഷേ ചോദിക്കുക, നിന്റെ നിലപാട് എവിടെ? നിന്റെ തിരഞ്ഞെടുപ്പ് എവിടെ? ദൈവം ചോദിക്കുക, വാട്ട് ഈസ് മൈ ചോയ്സ്? ഞാൻ എന്താ തിരഞ്ഞെടുത്ത എൻ്റെ ലൈഫിൽ? എൻ്റെ സ്റ്റാൻഡ് എന്തുവാ? നിങ്ങൾ നമ്മോട് തന്നെ ചോദിച്ചേ ഒന്ന്. ഞാൻ എന്നോട് തന്നെ ചോദിച്ച, ഈ വർഷത്തിൻ്റെ അവസാനം 31-ാം തീയതി, ഡിസംബർ മാസം 31-ാം തീയതി തീരുന്നതിന് ചില മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ നിലപാട് എന്താകുന്നു? എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താകുന്നു? ഇത് രണ്ടും മതി പ്രിയമുള്ളവരെ, നിങ്ങളെ ഇന്ന് രാത്രി മുഴുവൻ, ഇന്ന് പകൽക്കാലം നിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ. യെസ് പ്രിയമുള്ളവരെ, ഒന്ന് വേദപുസ്തകത്തെ കയ്യിലെടുത്ത് വെച്ച് ചോദിക്കുക, എൻ്റെ നിലപാടെന്താണ്? എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താകുന്നു? ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ ചൂസ് ചെയ്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തേത്, ടു മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് ടു അവർ ക്രിയേറ്റർ. സൃഷ്ടിതാവിനോട് നമുക്കൊരു സമർപ്പണം ഉണ്ടാകണം. നാം തിരഞ്ഞെടുത്തു, ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകേണ്ടതാണ് കമ്മിറ്റ്മെൻ്റാണ്, സമർപ്പണം. വിത്ത് ദ ക്രിയേറ്റർ, സൃഷ്ടാവുമായിട്ട്. സംസ്കാരത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ സമർപ്പണം
സംസ്കാരത്തിൽ ആകരുത്. നിങ്ങൾ നിൽക്കുന്നത് സംസ്കാരത്തിൻ്റെ നടുവിലാണ്, പക്ഷെ നിങ്ങളുടെ സമർപ്പണം സംസ്കാരത്തിലാകരുത്. മറിച്ച് നിങ്ങളുടെ സമർപ്പണം സൃഷ്ടിതാവിനോടൊപ്പമാകണം. നിങ്ങൾ നിൽക്കുന്നത് സെയിം നിങ്ങളുടെ വീട്ടിലാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ചൂസ് ചെയ്തു, ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ മൂല്യങ്ങളെ കിട്ടി. ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ വിശ്വദർശനത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്, നദിയുടെ നടുവിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സമർപ്പണം എവിടെയായി പോകരുത്? ഈ സംസ്കാരത്തിലായി പോകരുത്, സൃഷ്ടിതാവുമായിട്ടാകണം എന്നുള്ളതാണ്. ഒരു ലംബമായ ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകണം. ഇവിടെ യോശുവയെ പറ്റി നാം പഠിക്കുമ്പോൾ യോശുവയുടെ സാഹചര്യങ്ങളൊക്കെ മാറ്റം വരികയാണ്. കാരണം ലക്ഷോപലക്ഷം ജനങ്ങളെയാണ് യോശുവ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടത്തുമ്പോൾ പെട്ടെന്നൊരു ദിവസത്തെ അവൻ്റെ യോശുവയുടെ സാഹചര്യങ്ങളെല്ലാം മാറി മറിയുന്നു. കാരണം ഭൂരിഭാഗം ആളുകളും അന്യദേവന്മാരോട് ചേർന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം അമോര്യരുടെ ദേശത്ത് വന്ന് നിന്നപ്പോൾ ഇവർ അമോര്യരുടെ ആളുകളുമായിട്ട്, ആ കൾച്ചറുമായിട്ട് അവർ ഇഴുകിച്ചേരുകയാണ്. ഇതാണ് യോശുവയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തിയ വിഷയം. അവിടുത്തെ കൾച്ചറുമായിട്ട് ഇഴുകിച്ചേർന്നു. മെജോറിറ്റി വിത്ത് ദ പീപ്പിൾ ജാതികളോടുകൂടെ ഇടകലരുകയാണ്. ഭൂരിഭാഗം അവർ ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നു. ഇന്നത്തെ ഈ ആഘോഷങ്ങളും ആനന്ദങ്ങളും ഈ അമരീയ ജനങ്ങളും അവിടെ ദേവന്മാരും ദേവിമാരും അവിടുത്തെ സ്ത്രീകളും ഇതെല്ലാം കൊണ്ട് ഒരു ആനന്ദത്തിൻ്റെ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളെ ദൈവമാണ് കൊണ്ടുവന്നത്, അമോര്യരുടെ ദേശത്ത് കൊണ്ടുവന്ന ദൈവമാണ്. അതുകൊണ്ട് അവരോട് ആഹ്ലാദിക്കാം, ആനന്ദിക്കാം. ഇങ്ങനെ അവർ ആ മെജോറിറ്റി എന്ന് പറയുന്ന ഈ ജനം അവരോടൊപ്പം ചേർന്നപ്പോൾ യോശുവ ഒന്ന് മാറി നിന്ന് സൃഷ്ടാവിലേക്ക് നോക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മാറി നിന്ന് സൃഷ്ടാവിലേക്ക് നോക്കുകയാണ്. ശേഷം യോശുവ എന്ത് ചെയ്തെന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ. യോശുവ തന്നെ സൃഷ്ടിതാവിന് സമർപ്പണം ചെയ്യുകയാണ്. ഓ ലോർഡ്, എല്ലാവരും പോയി, ഒറ്റ കുഞ്ഞു പോലുമില്ല. ഞങ്ങളെല്ലാവരും ദൈവത്താൽ വഴി നടത്തപ്പെട്ടവരാണ്, ഞങ്ങളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എൻ്റെ അപ്പനും അമ്മയും ഈ ജനങ്ങളും ഇവിടെ പൂർവ്വപിതാക്കളെ തിരഞ്ഞെടുക്കും. പക്ഷേ പ്രത്യേക ഒരു സാഹചര്യം എത്തിയപ്പോൾ അവർ സംസ്കാരത്തിൽ ഇഴുകി ചേർന്നു. എൻ്റെ ദൈവമേ, ഞാൻ നീ അങ്ങുമായിട്ട് സമർപ്പണം ചെയ്യുന്നു. സൃഷ്ടിതാവിനെ മാത്രം പിൻപറ്റുവാൻ യോശുവ തീരുമാനമെടുക്കുകയാണ്, നിലപാടെടുക്കുകയാണ്. നോ, ഇവരെല്ലാം എന്നെ കൈവിട്ടാലും, ഇവരെല്ലാം ഇങ്ങനെ പോയാലും ഞാൻ എൻ്റെ കർത്താവിനെ മുറുകെ പിടിക്കും. സൃഷ്ടിനാവിനോടൊപ്പം നിൽക്കുവാൻ തീരുമാനിക്കുന്നു. യോശുവ പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്കായി പോയാലും സാരമില്ല, എൻ്റെ കുടുംബം ഒറ്റയ്ക്കായി പോയാലും സാരമില്ല, ഞങ്ങൾ എൻ്റെ കർത്താവിനോടൊപ്പം കൂടെ നിൽക്കും. ആമേൻ, പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ കർത്താവിനോടൊപ്പം കൂടെ നിൽക്കും. ഞങ്ങൾ വ്യതിചലിക്കുകയില്ല, ഞങ്ങൾ മാറിപ്പോവുകയില്ല. ഇതുവരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അപ്പൻ, സ്വർഗത്തിലെ അപ്പനെ വിട്ട് ഞങ്ങൾ മാറിപ്പോവുകയില്ല. എന്നെ തേടി വന്ന് തിരഞ്ഞെടുത്ത ദൈവം. പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്കാകാം. നിങ്ങളുടെ വീട്ടിലെല്ലാവരും കൾച്ചറിലേക്ക് തിരിയുമ്പോൾ, സംസ്കാരത്തിലേക്ക് തിരിയുമ്പോൾ, പുതിയ സാഹചര്യങ്ങളും പുതിയ അനുഭവങ്ങളും അവരെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഒന്ന് മാറിയിരുന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ഓ ലോർഡ്, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തെ മറന്നു കുഞ്ഞേ നീ ജീവിക്കരുതേ, ദൈവത്തെ മറന്നു കുഞ്ഞേ നീ ജീവിക്കരുതേ, ദൈവിക നിലപാടുകളെ മറന്നു കുഞ്ഞേ നീ പോകരുതേ. യോശുവ വ്യത്യസ്തനായി മാറുകയാണ്. യോശുവ വ്യത്യസ്തനായി മാറുകയാണ്. സൃഷ്ടിതാവിനോട് സമർപ്പണം ചെയ്യുന്ന യോശുവ. ഈ 31-ാം തീയതി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഇന്ന് രാത്രി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ഒരു സമർപ്പണം ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഒറ്റയ്ക്കാകാം, നിങ്ങളാകുന്ന കുടുംബം മാത്രമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു കൊച്ചു സഭയാകാം. എല്ലാ സഭകളെപ്പോലെയും പോകുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് മാറിയിരുന്ന ദൈവത്തിനൊന്ന് സമർപ്പണം ചെയ്തേ. എൻ്റെ മൂന്നാമത്തെയും ഒടുവിലത്തെയും ചിന്തയെന്ന് പറയുന്നത്, ടു കൺസിഡർ ദ കോൺസിക്വൻസസ് ഓഫ് സെർവിങ് അതർ ഗോഡ്സ്. മറ്റ് ദൈവങ്ങളെ സേവിച്ചാലുള്ള അനന്തര ഫലങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ യോശുവ ജനത്തെ എല്ലാം ഒരു പ്രഭാതത്തിൽ വിളിച്ചു കൂട്ടുകയാണ്.
കൂടാരത്തിൻ്റെ അടുക്കൽ എല്ലാ ജനത്തെയും വിളിച്ചു കൂട്ടുകയാണ്. അമോര്യരോട് ചേർന്ന് വിഗ്രഹങ്ങളെ സേവിച്ചതും വിഗ്രഹങ്ങളെ ചുമന്നതും അവിടുത്തെ സ്ത്രീകളോടൊപ്പം ശയിച്ചവരും എല്ലാ ജനത്തെയും മോശെ ഒരുമിച്ച് കൂട്ടുകയാണ്. കൂട്ടിയ ശേഷം ഈ ജനത്തിന് തിരഞ്ഞെടുക്കുവാനുള്ള 2 ഓപ്ഷൻ നൽകുകയാണ്. 2 ഓപ്ഷൻ അവർക്ക് നൽകുകയാണ്. 2 ചോയ്സ് നൽകുകയാണ്. ഒന്ന്, യോശുവയോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെ നിങ്ങൾക്ക് സേവിക്കാം. നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെ സേവിക്കാം. അതോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ദേശത്തിലെ അമോര്യന്മാരുടെ ദേവന്മാരെ സേവിക്കാം. ഇത് ഈ 2ഉം ഒരുമിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യഹോവയായ ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിക്കും. നിങ്ങളുടെ അപ്പനമ്മമാർ നിങ്ങൾ ആരാധിച്ച പാപത്തിൽ കിടന്ന ചെളിക്കുണ്ടിൽ കിടന്ന ആ അനുഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇന്നത്തെ ഈ സുഖലോലവുമായ അനുഭവത്തിൽ ദൈവത്തെ ഒന്ന് മാറ്റിയേക്ക്. നിങ്ങൾ ഈ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോയേക്കാം. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ. 2, യോശുവ പറഞ്ഞു, യഹോവയായ ജീവനുള്ള ദൈവം സൃഷ്ടിതാവിനെ നിങ്ങൾക്ക് സേവിക്കാം. യഹോവയെ മാത്രം സേവിക്കാം. ഈ 2 ഓപ്ഷൻ ചോയ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇന്ന് തിരഞ്ഞെടുക്കാം. 2ഉം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. രക്ഷിപ്പാൻ നിങ്ങളുടെ ദൈവവും അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ജീവിക്കുവാനുള്ള, അല്ലെ, ഇഷ്ടം പോലെ ഭോഗവസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിക്കുവാനുള്ള, അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു വഴി, ഒരു ചോയ്സ്, ഒന്നിനെ തിരഞ്ഞെടുത്തു. ഒന്നുകിൽ ദൈവത്തെ മാത്രം, ജീവനുള്ള യഹോവയെ മാത്രം, ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ ആ വഴികളിലേക്ക് പോവുക. ഫലം, ഇതിൻ്റെ അനന്തര ഫലം കൂടെ യോശുവ പറയുന്നുണ്ട്. അന്യദേവന്മാരെ സേവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് നിത്യമായ മരണമാണ്. നിത്യതയിലും നിങ്ങൾക്ക് മരണമാണ്. അവിടെയും നിങ്ങൾക്ക് എന്താണ്? ജീവിതം കിട്ടുകയില്ല. എന്നാൽ യഹോവയെ മാത്രം സേവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിത്യമായ ജീവൻ, നിത്യമായ ജീവിതം. അപ്പോൾ 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, നിത്യമായ മരണവും നിത്യമായ ജീവിതവും. ഇതിലെന്ത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്നത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ ആരെ സേവിക്കുന്നു? നിങ്ങൾ ആരെ സേവിക്കുന്നു? കൾച്ചറിനെയാണോ? കൾച്ചർ കൊണ്ടുതരുന്ന ഒരു വിശ്വദർശനത്തെയാണോ ഇന്ന് സേവിച്ചു കൊണ്ടിരിക്കുന്നത്? മനസ്സ് നിറയെ അതല്ലേ? ക്രിസ്തുവിൻ്റെ പേരിലൊക്കെയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ മനസ്സ് മുഴുവൻ ഒരു വിശ്വദർശനം കൊണ്ട് നിറഞ്ഞിരിക്കുക. കൾച്ചർ 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 സംസ്കാരം. പിള്ളേരല്ലേ അല്ലേ? ഇന്നത്തെ കാലഘട്ടം പറയാം, മക്കളല്ലേ, അവർ ഫോർ എ മൊമെന്റ് ഓഫ് ടൈം എൻജോയ്മെന്റ്, ലെറ്റ് ദം എൻജോയ്. കൾച്ചർ. പ്രിയമുള്ളവരെ, ക്യാൻ യു ഏബിൾ ടു സേ, ഐ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് ഷാൾ സെർവ് മൈ ലോർഡ്? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ശരിയായ നിലപാടുകൾ, ശരിയായ തീരുമാനത്തിൽ, അതിലൂടെ നിത്യമായ ഒരു ജീവിതം. ഒരു വർഷം പിന്നിട്ട് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുമോ? ഈ ലോകത്തോട് അനുരൂപരാകാതെ, കൾച്ചറിനോട് അനുരൂപരാകാതെ, സംസ്കാരത്തോട് അനുരൂപരാകാതെ, ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ്, നന്മ ഇന്നെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവഭാഗത്തേക്ക് തിരിഞ്ഞ് ദൈവിക നിലപാടുകളോട് ജീവിക്കുവാൻ പ്രിയമുള്ള തീരുമാനമെടുക്കുവിൻ. അങ്ങനെയെങ്കിൽ 2024 നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വർഷമായി മാറും. പ്രിയമുള്ളവരെ, ഇത്രയും കാലം നാം ഒരുപാട് സന്തോഷിക്കുവാൻ ദൈവത്തോട് ആഗ്രഹിച്ചു. ഈ പുതിയ വർഷത്തെ ഒരേ ഒരു കാര്യം നിങ്ങൾ തീരുമാനമെടുക്കണേ. എൻ്റെ ദൈവമേ, 2024 എന്നിൽ അങ്ങ് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വർഷമാക്കി മാറ്റണമേ. എന്നെ ഓർത്ത് അങ്ങ് സന്തോഷിക്കുന്ന ഒരു വർഷമാക്കി മാറ്റണം. അതിനർത്ഥം എന്താണ്? ഒരുപാട് ചിന്തകളുണ്ട്. അങ്ങയോട് ഞാൻ ചേർന്ന് നിൽക്കുന്ന, അങ്ങയുടെ നിലപാടുകൾ എൻ്റെ നിലപാട്, അങ്ങയുടെ വഴികൾ എൻ്റെ വഴികൾ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, അങ്ങ് എന്നെ ഇഷ്ടപ്പെടുന്ന, അങ്ങ് എന്നിൽ സന്തോഷിക്കുന്ന ഒരു വർഷമാക്കി മാറ്റണമേ 2024. ആമേൻ. ആ ഒരു തീരുമാനത്തിലേക്ക് പ്രവേശിക്കാമോ? റിയലി ഗോഡ് വിൽ ഹോണർ യു. ദൈവം നിങ്ങളെ മാനിക്കും. ഗോഡ് വിൽ ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പുതിയ വർഷം അങ്ങനെ ഒരു തീരുമാനമെടുക്കാമോ പ്രിയമുള്ളവരെ? അങ്ങനെ തീരുമാനമെടുത്ത് ജീവിതത്തിൽ മുന്നേ ഒരു ശരിയായ തിരഞ്ഞെടുപ്പ്, ഒരു ശരിയായ നിലപാട്, ഒരു ശരിയായ യാത്ര, ഒരു ശരിയായ അന്ത്യം, ഒരു ശരിയായ നിത്യതയിലേക്കുള്ള പ്രവേശനം,
അത് പ്രാപിച്ചെടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്നത്തെ ആഗോള കാഴ്ചപ്പാടുകളെയും രീതികളെയും വേൾഡ് വ്യൂ, വിശ്വദർശനം എന്ന പേര് നൽകപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വ്യൂ. അതിൽ ഇന്ന് നാം പഠിച്ചത് പ്രകാരം ആ വേൾഡ് വ്യൂവിന് നാം നൽകിയിരിക്കുന്ന പേര് എന്താണ്? വിശ്വദർശനത്തിന് ഈ ലോകം നൽകിയിരിക്കുന്ന ഒരു കോമൺ പേരുണ്ട്. ആ പേര് എന്താകുന്നു? ഇതാണ് ഇന്നത്തെ ചോദ്യം. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വർഷക്കാലം നമ്മെ വിട്ടതാ കടന്നു പോകുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഞങ്ങളുടെ ഈ ഫാമിലിയുടെ പേരിലുമുള്ള പുതുവർഷ ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവ് ഈ പുതിയ വർഷത്തിൽ, വരാൻ പോകുന്ന പുതിയ വർഷത്തിൽ അധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കട്ടെ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിക്കാം. നമ്മിൽ ദൈവം സന്തോഷിക്കുന്ന ഒരു വർഷമാക്കി തീർക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായി സംവത്സരങ്ങളെ നന്മയാൽ നിറയ്ക്കുന്ന സ്വർഗത്തിലെ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട് എന്നുള്ള തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2023 ആരംഭം മുതൽ ഈ സമയം വരെ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ നൽകിയല്ലോ. എന്നാൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ദൃഷ്ടി അങ്ങിലേക്ക് ഉയർത്തിയിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ന്യൂനത, കുറവുകൾ പിതാവെ 2024 ഞങ്ങൾ പ്രവേശിക്കുവാൻ പോകുമ്പോൾ കർത്താവ് ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നതിനുപരിയായി കർത്താവ് ഞങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു വർഷമാക്കി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കണമേ, രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ നല്ല തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ദൈവ സാന്നിധ്യത്തിൽ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവേ, ഈ ജീവിതത്തിനായി, ഈ യാത്രയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീവിതയാത്രയിൽ സഖിയായി, വഴികാട്ടിയായി കൂടെ ഇരിക്കണമേ. നീ മതി യേശു എന്ന ഗ്രൂപ്പിൻ്റെ ചാനലിൽ കൂടെ, ഈ ചാനൽ വഴിയായി ദൈവവചനം കേൾക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം നടത്തിയ ദൈവം പുതിയ വർഷത്ത് എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹവും നന്മകളും പ്രിയപ്പെട്ടവർക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യുവ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. അവിടെ എഫർട്ട്, അവിടെ പരിശ്രമം ഈ വചനത്തെ ആമീൻ ജനത്തിൻ്റെ കാതുകളിൽ എത്തിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിൻ്റെ നന്മകളെ അവിടെ തലമുറകൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒരേ ഒരു ജീവിതം, ഒരു മെഴുകുതിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ ചേരുന്ന മനോഹരമായ അനുഭവങ്ങളെ ദൈവം ഞങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ സ്തോത്രം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന യോശുവ എടുത്ത നിലപാട്, തീരുമാനം ഞങ്ങളുടേതും ആയിത്തീരട്ടെ. കൃപയിൽ ബലപ്പെടുത്തണമേ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും നന്മയും വാഴും നാം എല്ലാവരും ഇന്നും എന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. പ്രിയരെ, ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പുതിയ വർഷത്തിൽ എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ കരത്തെ മുറുകെ പിടിച്ച്, യേശുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.